ഇല്ലാത്ത പുസ്തകത്തിന്റെ പേരും പറഞ്ഞ് പപ്പുവിന്റെ പുതിയ കലാപരിപാടി. പെഗാസസിലും റാഫേലിലും സർജിക്കൽ സ്ട്രൈക്കിലും കോടതിയിൽ കോണകം പോയി നിന്നപ്പോൾ വോട്ട് ചോരി കോടതിയിൽ പോകാതെ നാട്ടുകാരെ ഊഞ്ഞാലാട്ടി നടന്നത് ബീഹാറിലും അടപടലം മൂഞ്ചിയിട്ടും ഈ ജനതയുടെ മനസ്സ് മനസ്സിലാക്കാതെ അപരാധം പറഞ്ഞു നടന്ന അമ്മച്ചിയുടെ പ്രധാനമന്ത്രി മോഹം മകനിലൂടെ നടത്താം എന്ന മനപ്പായസം നീ കാണണ്ട. അതെങ്ങനെയാ? ഗണ്ഡി കുടുംബത്തിൽ അന്ധൻ ജനിച്ചാൽ പിന്നെ ഭാരതത്തിൽ സൂര്യൻ ഉദിച്ചുകൂടാ എന്നാണല്ലോ. നരവേനയുടെ പുസ്തകം വിഷയത്തിൽ നരവേന വന്ന് വിശദീകരിച്ചാലും പാർലമെന്റ് മുടക്കിയതിന്റെ സന്തോഷവും സൈന്യത്തെ നാണം കെടുത്തിയതിന്റെയും ഭരണപക്ഷത്തെ പ്രതിസന്ധിയിൽ ആക്കിയതിന്റെയും പ്രതിഫലം വാങ്ങാൻ ലവൻ വിദേശയാത്രയ്ക്ക് പോയിട്ട് വേണം. ഓരോ സമ്മാവൻ പറഞ്ഞു കൊടുക്കുന്ന പുതിയ എന്തെങ്കിലും കാര്യങ്ങളുമായി വന്ന് പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞ് വിഡ്ഢിത്തരം പുലമ്പി അലമ്പുണ്ടാക്കാൻ. ഈ നരവേനയുടെ ഇറങ്ങാത്ത പുസ്തകത്തിലെ അച്ചടിക്കാത്ത വരിയിൽ ഇത്ര പ്രാധാന്യം ഉണ്ടേൽ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ കേരള നിയമസഭയിൽ സോണിയ ഗാന്ധിയുടെ പേര് ഉയർന്നത് നിയമസഭാ രേഖയിൽ പതിഞ്ഞു കാണുമല്ലോ. അത് വെച്ച് പാർലമെന്റിൽ കൂടി സോണിയയ്ക്ക് സ്വർണം കട്ടതിൽ പങ്കുണ്ട് എന്ന് പറയാൻ അവിടെ കിടന്ന് കൂവിയ ബ്രിട്ടാസിന് പറ്റുമോ?